പത്തനാപുരം NSS താലൂക്ക് കമ്മിറ്റി പിരിച്ചുവിടാൻ കാരണം അംഗങ്ങൾക്ക് ഗണേഷ് കുമാറിനോടുള്ള അതൃപ്തിയാണെന്ന് സുകുമാരൻ നായർ മാതൃഭൂമി ന്യൂസിനോട്. ഗണേഷിന്റേത് ഏകാധിപത്യ സ്വഭാവമാണെന്ന് അംഗങ്ങൾ ധരിപ്പിച്ചുവെന്നും സുകുമാരൻ നായർ പറഞ്ഞു. ഇന്നലെ NSS പത്തനാപുരം യൂണിറ്റ് പിരിച്ചുവിട്ടിരുന്നു. 10 കമ്മിറ്റി അംഗങ്ങൾ രാജിവെച്ചതോടെ കോറം നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് കമ്മിറ്റി പിരിച്ചുവിട്ടത്. ഈ പത്തനാപുരം NSS താലൂക്ക് പിരിച്ചുവിട്ടെന്നൊരു റിലീസ് ഉണ്ട്, ഉള്ളതാണോ സാർ? അത് യൂണിയൻ കമ്മിറ്റി എന്തായിരുന്നു സാർ കാരണം? അത് അല്ല, അതിന്റെ കമ്മിറ്റി അംഗങ്ങളിലുള്ള അതൃപ്തിയാണ്, പ്രസിഡന്റിനോടുള്ള അതൃപ്തിയാണ്. ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട വിഷയമാണോ അത്? അതെ അതെ, അതുകൊണ്ട് ഒരു ഏകാധിപത്യ പ്രവണതയെ അവർക്ക് ആർക്കൊന്നും മിണ്ടാനൊക്കത്തില്ല എന്നുള്ള അവസ്ഥയാണെന്നാണ് അവർ ധരിപ്പിച്ചത്. ഞങ്ങളിപ്പോ അത് എന്റെ പേരിലല്ല. കാരണം നിയമാവലി അനുസരിച്ച് യൂണിയൻ കമ്മിറ്റി അവിടുത്തെ 19 പേരാണ് കമ്മിറ്റി. 10 പേര് ഈ കാര്യം പറഞ്ഞ് രാജി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് ഭൂരിപക്ഷമായി. പിന്നീടുള്ള കമ്മിറ്റിയുടെ കോറം നഷ്ടപ്പെട്ടു. അപ്പൊ പിന്നെ അത് പിരിച്ചുവിടാതെ രക്ഷയില്ല. അത് രജിസ്ട്രാറാണ് ചെയ്യേണ്ടത്. NSS അത് ചെയ്തതേ ഉള്ളൂ. അവരുടെ റെസിഗ്നേഷനെ തുടർന്ന് ചെയ്തതാണ്. ഈ പത്മ കഫയുമായി ബന്ധപ്പെട്ട അഴിമതിയൊക്കെ അവർ പറയുന്നുണ്ടല്ലേ? അതൊക്കെ അവര് പറയട്ടെ, ഞാനതൊന്നും പറയത്തില്ല. സാറേ, ഇത് ഗണേഷ് കുമാറിനോട് വിശദീകരണം വല്ലതും ചോദിച്ചിട്ടുണ്ടായിരുന്നോ? അല്ല, അത് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. രാജിവെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചോദിക്കാനാണ്? അത് നിയമാവലി അനുസരിച്ച് അത് പാലിച്ചേ പറ്റുള്ളൂ. നമ്മളും ഭാര്യയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെയാണോ ഈ പ്രശ്നം ഇപ്പൊ നിലവിൽ ഇങ്ങനെ വരാൻ കാരണം? അല്ലല്ല, അത് ഇതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. ഇതൊക്കെ NSSന്റെ നിയമപ്രകാരമുള്ള നടപടി എന്നുള്ളൂ. അല്ല, നേരത്തെയും ഈ ഇങ്ങനെ ഗണേഷിനെതിരെ അവരുടെ പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി അവർ തമ്മിൽ. പക്ഷെ ഇപ്പൊ പത്തനാപുരത്ത് ഇങ്ങനെ നേരത്തെയും സാറിനെ വന്ന് കണ്ടു എന്ന തരത്തിൽ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു ഒരാഴ്ച മുമ്പൊക്കെ. അല്ല, അതെ, അതിന്റെ ഫൈനലായത്. കൂടുതൽ വിവരങ്ങൾ ഷിനോജ് എസ്റ്റി നൽകും. ഷിനോജ്, പത്തനാപുരം NSS യൂണിറ്റിൽ അതൃപ്തി പുകയുന്നു എന്ന വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെ തന്നെ ഗണേഷ് കുമാറിന്റെ പ്രതികരണം തേടിയിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരു പ്രശ്നവുമില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ, ഗുരുതരമായ പ്രശ്നമുണ്ട്. അതെല്ലാം ഗണേഷ് കുമാറിനെതിരെ തന്നെയാണ് എന്നുള്ളത് ഇപ്പോൾ ജനറൽ സെക്രട്ടറി തന്നെ സമ്മതിക്കുന്നതാണ് ശബ്ദ സന്ദേശത്തിലൂടെ വ്യക്തമാകുന്നത്. ഹിമ, തീർച്ചയായും ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് NSS പത്തനാപുരം യൂണിറ്റ് കമ്മിറ്റി പെരുന്നയിൽ നിന്ന് പെരുന്നയുടെ രജിസ്ട്രാർ ഇത്തരത്തിൽ പിരിച്ചുവിട്ടതായിട്ടുള്ള ഒരു ഉത്തരവ് പുറത്തേക്ക് വിടുന്നത്. എന്തായാലും നേരത്തെയും, അതായത് ഏകദേശം ഒരാഴ്ച മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു എന്ന് തന്നെ വ്യക്തമാണ്. കാരണം പത്തനാപുരത്ത് നിന്ന് പല ബോർഡ് അംഗങ്ങളും ഇത്തരത്തിൽ ഈ കമ്മിറ്റി അംഗങ്ങളും ഒക്കെ തന്നെ പെരുന്നയിലേക്ക് എത്തി ഗണേഷ് കുമാറിന്റെ ഏകാധിപത്യ സ്വഭാവമാണ് എന്ന തരത്തിലൊക്കെ തന്നെ ജനറൽ സെക്രട്ടറി ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഇതുമായി ബന്ധപ്പെട്ട നടപടികളൊന്നും തന്നെ ഉണ്ടായില്ല. പക്ഷേ ഇന്നലെ ആകെയുള്ള 19 കമ്മിറ്റി അംഗങ്ങളിൽ 10 പേരും പെരുന്നയിലേക്ക് എത്തി രാജിവെക്കുകയായിരുന്നു. സ്വാഭാവികമായും 19 പേരിൽ 10 പേരും ഭൂരിപക്ഷം അംഗങ്ങളും രാജിവെച്ച് കഴിഞ്ഞാൽ ആ കമ്മിറ്റി സാധുത ഇല്ലാതെയാകും. അങ്ങനെയാണ് ഇന്നലെ പിരിച്ചുവിടേണ്ട ഒരു അവസ്ഥയിലേക്ക് ഗണേഷ് കുമാറിന്റെ ഈ കമ്മിറ്റി എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രധാനമായും ഈ അംഗങ്ങളൊക്കെ തന്നെ ഉയർത്തുന്ന ആരോപണം എന്ന് പറയുന്നത് ഗണേഷ് കുമാറിന്റെ ഒരു ഏകാധിപത്യ സ്വഭാവമാണ്. കാരണം സംഘടനയ്ക്കുള്ളിൽ പോലും ചർച്ചയ്ക്ക് പോലും അവസരമില്ല, ഏകാധിപത്യ രീതിയിലാണ് ഗണേഷ് കുമാർ പെരുമാറുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഉയർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് പത്മ കഫയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പത്തനാപുരത്ത് നിർമ്മിക്കുന്ന പത്മ കഫയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ചെലവുകൾ ഉൾപ്പെടെ വലിയ രീതിയിൽ ക്രമക്കേടും അഴിമതിയും ഒക്കെ തന്നെ ഗണേഷ് കുമാർ നടത്തുന്നുണ്ട് എന്നും അങ്ങനെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഗണേഷ് കുമാറിനെതിരെ ഉയർത്തിയിരിക്കുന്നത്. പത്തനാപുരം NSS താലൂക്ക് കമ്മിറ്റി പിരിച്ചുവിടാൻ കാരണം അംഗങ്ങൾക്ക് ഗണേഷ് കുമാറിനോടുള്ള അതൃപ്തിയാണെന്ന് സുകുമാരൻ നായർ മാതൃഭൂമി ന്യൂസിനോടാണ് പറഞ്ഞത്. ഷിനോജ് എസ്റ്റിയാണ് കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചത്.